കച്ചവടം എങ്ങനെയുണ്ട്? വർഷത്തെ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് കുഴപ്പമില്ല. കഴിഞ്ഞ പ്രാവശ്യത്തെ അങ്ങോട്ട് കച്ചവടമുണ്ട്, ആള് വരവുണ്ട്. സാധനങ്ങളൊക്കെ ഏതാണ്ടൊക്കെയായി. നാളെ ഒരു ദിവസം കച്ചവടം കൊണ്ടേ കാണുള്ളൂ. ലാസ്റ്റ് പറഞ്ഞവർക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടാവുമോ എന്നൊരു ഇതുകൊണ്ട്. എവിടുന്നാ ഇതൊക്കെ കൊണ്ടുവരണേ? എല്ലാം വരുന്നത് തമിഴ്നാട് പല സ്ഥലങ്ങളും ഇതാണ്. പാലക്കാട്, നാഗർകോവിൽ, തലക്കുളം, മണ്ടയ്ക്കാട്, ഇങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിന്നാണ് ഓരോരോ മോഡൽ. ഞങ്ങൾക്ക് പറഞ്ഞ മോഡലാണ്, എല്ലാവർക്കും ഇല്ല. ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. ആ പേരുകളൊക്കെ ഇപ്പോൾ കണ്ടുപിടിക്കാൻ പാടാണ്, എല്ലാം തീർന്നു. വെറുതൊന്നുമില്ല. 1/2 കിലോ, 1/4 കിലോ, 3/4 കിലോ, 1 കിലോ, 100 കിലോ, പിന്നെ നേർച്ച ചട്ടി, ഇങ്ങനെയൊക്കെ ഉള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാം കടന്നു പോയി കഴിഞ്ഞു. എവിടെയാ പൊങ്കാല ഇടുന്നേ? കാലടി. എത്രാം ക്ലാസ്സിലാണ് പഠിക്കണേ? 1ാം ക്ലാസ്. വീടിന്റെ അവിടെ തന്നെയാണോ? അല്ല, പിന്നെ മറ്റേ വീട് പാപ്പനങ്കോട്. കച്ചവടത്തിന് വന്നതാണോ? ഓ. ഇതൊക്കെ ആരാ? അപ്പൂപ്പനാ? അപ്പൂപ്പനെ സഹായിക്കാൻ വന്നാ? ഓ. കച്ചവടം ഉണ്ട്. ബസ് മറച്ചിട്ടിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നമുക്ക് ഇറക്കിയ സാധനം കുറച്ച് പോയിട്ട് ബാക്കിയൊക്കെ പോയി. ഒരു ചെറിയ പെട്ടിയാട്ടം നിറച്ച് ഞാൻ ഇറക്കിയുള്ള എൻ്റെ പൈസ ഇല്ലായിരുന്നു. നിസ്സാപ്പെടുത്താണ് ലാസ്റ്റിലെടുത്തത്. ഞങ്ങൾക്ക് ഇവിടെ ഒരിടം ബാത്റൂമില്ല. ഈ 1 മാസം കൊണ്ട് വന്ന് കിടക്കണ അമ്മമാർ ഈ 2 ദിവസം മഴ പെയ്തില്ലേ, മുട്ടളവ് വെള്ളത്തിൽ ചെരുപ്പ് വരെ ഒലിച്ചു വന്ന് ചെരുപ്പും തൊപ്പിയെടുക്കാൻ ഇവിടെ വന്ന്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ പുറത്തിരിക്കണം. ഞങ്ങളും വീട്ടിൽ പോയില്ല. സാധനം ഇട്ടിട്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. നല്ല രീതിയിൽ പോയി. ഇനിയും നല്ല രീതിയിൽ പോകണമെന്നാണ് പ്രാർത്ഥന. മഴ പെയ്യല്ലേ എന്ന് പ്രാർത്ഥിക്കണം. ഞങ്ങൾ ഇതിൻ്റെ കടയാണ്, ഇതിൻ്റെ ലോട്ടറി കടയാണ്. അപ്പം ഇവിടെ തന്നെ നമ്മൾ ആറ്റുകാലുണ്ട് കൗൺസിലർ ഇടപെട്ടാണ് എനിക്ക് കട വച്ച് തന്നത്, എന്നെ ഇതുവരെ കൊണ്ടെത്തിച്ചത്. എൻ്റെ പുഞ്ചക്കരിയിലാണ് എൻ്റെ വീട്. അവരാരും എനിക്ക് ഒരു സഹായം ചെയ്ത് തന്നിട്ടില്ല. ഞാൻ വീടും വിട്ട് വീടും എല്ലാം തട്ട് എല്ലാം ഇറങ്ങി ഇല്ലാതായി. ഞങ്ങളിപ്പോൾ ഇവിടെ ഉണ്ണി കൗൺസിലറിൻ്റെ വീട്ടിൻ്റെ അടുത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. ഉണ്ണി കൗൺസിലർ നല്ല കൗൺസിലറാണ്. സാറിന് നല്ലത് വരണേന്ന് ഞാൻ പ്രാർത്ഥിക്കണം. ഇപ്പം മാറി നല്ലൊരു കൗൺസിലറായിരുന്നു. നല്ലൊരു ബാത്റൂം ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കണം. അത് നല്ലതല്ലേ സാറേ, എല്ലാ ജനങ്ങൾക്കും വേണ്ടി. അതുപോലെ ഇനി ബസ്സിൻ്റെ ഈ പാർക്കിംഗ് ഇല്ലേ, ഇത് മാറ്റി ഇവിടെ പ്രൈവറ്റെങ്കിലും ബസ് സ്റ്റോപ്പ് വരണം. ബസ് സ്റ്റോപ്പ് വന്നിട്ട് ഈ സ്കൂളില്ലേ, ഞാൻ പറയണ തെറ്റാണെങ്കിൽ എന്താണെന്നറിയില്ല, ഈ സ്കൂൾ ഒരുപാട് സ്ഥലം വേസ്റ്റായി കിടക്കുകയാണ്. ഇത് കുറേ ഭാഗം 3/4 ഭാഗം ട്രാൻസ്പോർട്ടിന് കൊടുത്തിട്ട് കാൽഭാഗം കെട്ടി ഒരു LPS UPS 5 നില വീതം വച്ച് 2 സൈഡ് എടുത്തിട്ട് ബാക്കി അത്രയും നമ്മളെ ട്രാൻസ്പോർട്ടിന് കൊടുത്ത് നല്ലൊരു കളക്ഷൻ കിട്ടി. കളക്ഷൻ മുമ്പോട്ട് പോകണമെന്നാണ് ഞങ്ങളെ പ്രാർത്ഥന. നല്ലൊരു ഇത് വരണം ഇനിയുള്ള ഭരണത്തിലെങ്കിലും. ഇല്ല, എൻ്റെ മോനുണ്ട്. ഈ സൈഡിൽ കറണ്ട് ഇല്ല. അപ്പം ഈ ഉത്സവത്തിന് ഈ ഓട്ടോക്കാർ ഇവിടെ എല്ലായിടവും ലൈറ്റ് ഇടും. ലൈറ്റ് ഇടാൻ വന്നാൽ ഇവിടെ ലൈറ്റ് ഇടൂല. ഇവിടെ ലൈറ്റ് ഇടും, അത് ആ കടയിൽ അവിടെ ലൈറ്റ് ഇടും. ഇവിടെ ഇട്ട ലൈറ്റിനെ കഴിഞ്ഞ പ്രാവശ്യം അവർ ഊരി എടുത്തുകൊണ്ട് പോയി. എന്നിട്ട് തിരിച്ചുകൊണ്ട് ആ കലം വെക്കണ അണ്ണൻ ഇട്ട് കൊടുത്തു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ തോനെ പൈസ കൊടുക്കും. ഞങ്ങൾക്ക് തോനെ കൊടുക്കാനില്ല. എനിക്ക് മരുന്നിന് സ്പ്രേക്ക് നല്ലൊരു പൈസയാവണം. എൻ്റെ കൗൺസിലറും എൻ്റെ ആറ്റുകാൽ ആശുപത്രിയില്ലേ, അവിടുത്തെ ഡോക്ടർമാരാണ് എനിക്ക് വാങ്ങിച്ച് തരണത് മരുന്ന് സ്പ്രേയും. അനന്തപുരിയിൽ പിള്ള സാറ്, തോമസ് സാറ് എല്ലാവരുമാണ് എന്നെ നോക്കണത്. ഇന്ദിരാ മേഡം. ഈ ഡോക്ടർമാരുടെ സഹായത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് ആവി പിടിക്കാതെ സ്പ്രേ അടിക്കാതെ ഇവിടെ ഇരിക്കാൻ പറ്റില്ല. വണ്ടിയിലെ പൊടി അടിക്കുമ്പോൾ വയ്യാതാവണം.